സുവർണ കഥകളിലേക്ക് സ്വാഗതം. കൊച്ചു റോസി. മനുഷ്യൻ്റെ പുരോഗതി, അതിനെക്കുറിച്ചൊന്നും പ്രസംഗിക്കേണ്ട. മീശയും തലയും നരച്ചു തുടങ്ങിയ ഹോമിയോ ഡോക്ടർ തോമസ് തെല്ലൊരു ക്ഷോഭത്തോടെ പറഞ്ഞു. യുവാവും സാഹിത്യകാരനുമായ അലക്സാണ്ടറിന് ഒന്നും പറയുവാൻ സാധിച്ചില്ല. ഡോക്ടർ തോമസിൻ്റെ സ്വരം അത്രമാത്രം ഹൃദയസ്പർശകമായിരുന്നു. അലക്സാണ്ടർ തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രധാന ഘടകമായ ജിജ്ഞാസയോടെ ഡോക്ടർ തോമസിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം മ്ലാനഭാവം പൂണ്ടിരിക്കുന്നു. അന്തർലോചനങ്ങൾ ഏതോ ദുഃഖകരങ്ങളായ രംഗങ്ങൾ ദർശിക്കുന്നതുപോലെ. ഡോക്ടർ തോമസ് തുടർന്നു. മനുഷ്യൻ്റെ പുരോഗതി അതെന്താണെന്ന് എനിക്കറിയാം. ഞാനത് നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ സ്നേഹിതന്മാരെയും സംശയിക്കുന്നു. എൻ്റെ കൺമുമ്പിൽ കാണുന്ന സകല മനുഷ്യരെയും സംശയിക്കുന്നു. എനിക്കാരെയും വിശ്വാസമില്ല. വിശ്വസിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? മനുഷ്യനെന്നു പേരുള്ള ഈ ജന്തുവിനെക്കുറിച്ച്, സഹജീവികളുടെ രക്തം കുടിച്ചു വളരുന്ന ഈ ജന്തുവിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യൻ്റെ പുരോഗതിയെപ്പറ്റി പ്രസംഗിക്കുവാൻ വരുമായിരുന്നോ? മനുഷ്യൻ്റെ പുരോഗതി, വിലയേറിയ വസ്ത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, തടിച്ച മൃദുലമായ കിടക്കകൾ, കാറ്റുപങ്കകൾ, തണുപ്പുകാലത്തിൻ്റെ അസുഖമറിയാത്ത രോമക്കമ്പിളികൾ, അത്തരം വേറെയും സുഖസൗകര്യങ്ങൾ. ഓ, ഇതെല്ലാമായിരിക്കും നിങ്ങൾ പറയുന്ന മനുഷ്യൻ്റെ പുരോഗതി. അപ്പോൾ തനിക്ക് പ്രസംഗിക്കുവാനുള്ളത് അലക്സാണ്ടർ ഓർത്തു. വൃക്ഷശാഖകളിൽ വച്ചുകെട്ടിയ മാടങ്ങളിൽ നിന്നും ഗുഹകളിൽ നിന്നും ഇന്നത്തെ മനോഹര സൗധങ്ങളിലോളം വന്നു വാസം ചെയ്യുന്ന മനുഷ്യൻ്റെ ഊർജ്ജസ്വലമായ പ്രയാണത്തെപ്പറ്റി. അങ്ങനെ അയാൾ മനോനയനങ്ങളിൽ കണ്ടു. കുരങ്ങിനോട് സാമ്യമുള്ള ഉത്കണ്ഠയും ക്രൗര്യവും കളിയാടുന്ന മുഖത്തോടെ ആയുധധാരിയായി നടന്നിരുന്ന ആദിമ മനുഷ്യനെയും, മൃദുലങ്ങളായ സിൽക്കു വസ്ത്രങ്ങളും പാദരക്ഷയും അണിഞ്ഞ് സുഗന്ധ തൈലങ്ങളും പൂശി കോതി മിനുക്കിയ ശിരസുയർത്തി സിഗരറ്റും പുകച്ച് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആത്മാനന്ദത്തോടെ പുഞ്ചിരി തൂകിക്കൊണ്ടു നടക്കുന്ന ആധുനിക മനുഷ്യനെയും. ആ രണ്ടു മുഖങ്ങളും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് അലക്സാണ്ടർ ചിന്തിച്ചു. നിരന്തരം രണമാടേണ്ടി വന്ന ഒരു കാലത്ത് ഉത്കണ്ഠയും ക്രൗര്യവും കളിയാടി കനത്തിരുന്ന ആ മുഖം ഇന്നിതാ വിസ്മയകരങ്ങളായ ആയിരമായിരം നേട്ടങ്ങൾ ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞതോർത്തുള്ള വിജയോന്മാദജന്യങ്ങളായ പുഞ്ചിരികൾ കൊണ്ട് ശോഭിക്കുന്നു. തീ, രാത്രിയെ പകലാക്കുവാനുള്ള വെളിച്ചം, രുചികരങ്ങളായ ആഹാര പദാർത്ഥങ്ങൾ, പാചകവിദ്യ, ഔഷധം, അക്ഷരമാല, വികാരമധുരമായ കാവ്യം, സംഗീതോപകരണങ്ങൾ, നാടകം, അച്ചുക്കൂട്ടം, സിനിമ, മുട്ടുസൂചി, തീവണ്ടി, കപ്പൽ, വിമാനം, ട്രാക്ടർ, ടെലിപ്രിന്റർ, ആറ്റം ബോംബ്, വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, നേർത്തുനീണ്ട മീശ, മറ്റും. ഓ, വിസ്മയകരങ്ങളായ ആയിരമായിരം നേട്ടങ്ങൾ! മനുഷ്യൻ കണ്ടുപിടിച്ചെടുത്തിട്ടുള്ളതാണെല്ലാം. ജേതാവായ മനുഷ്യനും അവൻ്റെ അന്ധമായ ഭാവനയും. ജലബിന്ദുവിൽ ആകാശമണ്ഡലത്തെ ഒതുക്കി നിർത്തുകയും മണൽത്തരിയെ പർവ്വതമാക്കി വളർത്തിവയ്ക്കുകയും ചെയ്യുന്ന ആ വിദഗ്ധ ശില്പിയുടെ കഴിവുകൾ ഇനിയും സീമാതീതമായി കിടക്കുകയല്ലേ? അതെല്ലാം ഓർത്തപ്പോൾ ഇന്നുവരെയുള്ള മനുഷ്യൻ്റെ നേട്ടങ്ങളുടെയും അവൻ്റെ സീമാതീതമായിരിക്കുന്ന കഴിവുകളുടെയും ഉടമസ്ഥാവകാശത്തിൽ മനുഷ്യനായി പിറന്നിട്ടുള്ള താനും അവകാശിയാണെന്നുകൂടി ഓർത്തപ്പോൾ അലക്സാണ്ടർ ഒന്ന് വലുതായി. അങ്ങനെ അലക്സാണ്ടർ തലയെടുപ്പോടെ ഇരുന്നു. അയാൾക്കു നല്ല ആവേശമുണ്ടായി മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ചു പ്രസംഗിക്കാൻ. വേണ്ട, മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ച് പ്രസംഗിക്കാൻ നിങ്ങൾ നെഞ്ഞു ഞെളിച്ചിരിക്കേണ്ട. അതിനുവേണ്ടി നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ചിട്ടൊരു കാര്യവുമില്ല. ഞാൻ നിങ്ങളെ സംശയിക്കുന്നു. നിങ്ങൾ എത്ര ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മാന്യത ചമഞ്ഞു വന്നാലും നിങ്ങളെയും നിങ്ങളുടെ സ്നേഹിതന്മാരെയും ഞാൻ സംശയിക്കുന്നു. എത്ര വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ചാലും അതിനുമീതെ നെഞ്ഞത്ത് ഗീതയും ബൈബിളും ഖുറാനും അടുക്കി പിടിച്ചുകൊണ്ടു നടന്നാലും നിങ്ങളുടെ മാംസക്കൊതി പൂണ്ട വിഷപ്പല്ലുകൾ കാണാതിരിക്കുമോ? സുഗന്ധദ്രവ്യങ്ങളിൽ മുങ്ങിക്കുളിച്ചു വന്നാലും സഹജീവികളുടെ രക്തം കുടിച്ചു വളരുന്ന നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കാതിരിക്കുമോ? നിങ്ങളെക്കുറിച്ച് എനിക്കൊരു മതിപ്പുമില്ല. നിങ്ങളെ ഞാൻ ലവലേശം വിശ്വസിക്കുന്നില്ല. കണ്ടോ ഞാൻ നിങ്ങളെ നോക്കുന്നത്? എത്ര നിന്ദയോടുകൂടി!
നിങ്ങളുടെയും നിങ്ങളുടെ സ്നേഹിതന്മാരുടെയും നേരെ അവിശ്വാസവും നിന്ദയും മാത്രമേ ഉള്ളൂ എനിക്ക്. അന്നേരം അലക്സാണ്ടർ ഡോക്ടർ തോമസിൻ്റെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ തോമസിൻ്റെ ചെമന്ന കണ്ണുകൾ ജ്വലിക്കുന്നു. വളഞ്ഞ പുരികങ്ങളുടെയും ചുളിവുകളുടെയും വികൃത രേഖകൾ വീണ കവിൾത്തടങ്ങളുടെയും നടുക്ക് 2 തീക്കട്ടകൾ പോലെ. വേദനയും സങ്കടവും കോപവും നിന്ദയും അനുതാപവും ഭീതിയും അങ്ങനെ വിവിധങ്ങളായ വികാരങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നതുപോലെ തോന്നി അലക്സാണ്ടറിന്. നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് അങ്ങനെ നോക്കൂ, ഡോക്ടർ തോമസ് തുടർന്നു. ഇത്രമാത്രം അവിശ്വാസവും നിന്ദയുമൊക്കെ ഈ കണ്ണുകളിൽ അന്തർലീനമായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല, ഇല്ലേ? ഇപ്പോൾ എന്തു തോന്നുന്നു? നിങ്ങളൊന്നും മനസ്സിലാക്കുവാനായിട്ടില്ല. നിങ്ങൾ കുട്ടിയാണ്, ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുവാൻ വരുമായിരുന്നോ? മനുഷ്യൻ്റെ പുരോഗതി. മനുഷ്യൻ്റെ മനുഷ്യൻ. നിങ്ങൾ ഈ പറയുന്ന മനുഷ്യനെന്ന ജന്തുവിനെ കുറ്റപ്പെടുത്തുകയല്ല. ഒരു കാലത്ത് നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു ഞാനും. കാണുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടി. സ്വന്തം കണ്ണുകൾ കൊണ്ട് നോക്കി കാണാതിരുന്ന ആ കാലങ്ങൾ. ഒരു വിധത്തിലത് ഒരാനന്ദം തന്നെയാണ്. മൂഢന്മാരും അജ്ഞന്മാരും വങ്കന്മാരുമാണല്ലോ ഈ ലോകത്തിൽ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നത്. ഒരു കാലത്ത് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നുവെന്ന് പറഞ്ഞില്ലേ? മൂഢനും അജ്ഞനും വങ്കനുമൊക്കെയായിരുന്നു ഞാൻ. അന്നു ഞാൻ ആനന്ദിച്ചിരുന്നു. മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ചോർത്ത് ഞാനും അഭിമാനിച്ചിട്ടുണ്ട്, അഹങ്കരിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ കൊച്ചു റോസിയുടെ അമ്മയോട് മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ച് സുദീർഘമായി ഞാൻ പ്രസംഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, കൊച്ചു റോസിയുടെ അമ്മയെന്നു വച്ചാൽ? എൻ്റെ ഭാര്യ എന്നു പറഞ്ഞുകൊണ്ട് ഡോക്ടർ തോമസ് അലക്സാണ്ടറിൻ്റെ മുഖത്തേക്കു നോക്കി. 1.5 വർഷമായി പരിചയമായിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾക്കതറിഞ്ഞുകൂടാ, ഇല്ലേ എന്ന ചോദ്യം ആ നോട്ടത്തിൽ അന്തർഭവിച്ചിരുന്നു. കൊച്ചു റോസി, അങ്ങനെയൊരു മകളുണ്ടോ ഡോക്ടർക്ക്? അലക്സാണ്ടർ സ്വയം ചോദിച്ചു. എങ്കിലും അത് ചോദിക്കുന്നത് അപമര്യാദയാകുകയില്ലേ എന്നോർത്തതുകൊണ്ട് അലക്സാണ്ടർ താൻ ജീവിച്ചു വരുന്ന ലോകത്തിൻ്റെ മാന്യതയ്ക്ക് ഭംഗം വരാത്ത വിധം ഒരു തന്ത്രം പ്രയോഗിച്ചു. ഞാൻ ഡോക്ടറുടെ മകനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ്റെ മൂത്തതായിരുന്നു. ഡോക്ടർ തോമസ് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. എൻ്റെ കൊച്ചു റോസി മരിച്ചുപോയി. അല്ല, മരിച്ചതല്ല, ആരോ കൊലപാതകം ചെയ്തു. നിങ്ങളോ നിങ്ങളുടെ സ്നേഹിതന്മാരിൽ ഒരാളോ. അത് ഹൃദയഭേദകമായ ഒരു കഥയാണ്. ആശയും ആനന്ദവും സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു ജീവിതം എടുത്തുരുക്കി നിരാശയും നിന്ദയും സങ്കടവും നിറഞ്ഞ മറ്റൊരു ജീവിതം രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന കഥ. അതുതന്നെയാണ് എൻ്റെ കഥ. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞില്ലേ, ഒരു കാലത്ത് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നുവെന്ന്. എനിക്ക് വളരെ ആശകളുണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എത്രയേറെ സുന്ദര സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ പുരോഗതിയെപ്പറ്റി ഓർത്തോർത്ത്, അതെ, അങ്ങനെ മനുഷ്യൻ്റെ പുരോഗതിയെപ്പറ്റി ഓർത്തോർത്ത് അതെന്തൊരഭിമാനം കൊള്ളലായിരുന്നു. എൻ്റെ കൊച്ചു റോസിയുടെ മരണം വരെ. തൊണ്ടയിടർച്ചയോടെ അദ്ദേഹം നിർത്തി. 2 നിമിഷ നേരത്തെ നിശബ്ദതയ്ക്കു ശേഷം തുടർന്നു. ഞാൻ ഓർക്കുന്നു, ആദ്യം മുതൽക്കു തന്നെ എൻ്റെ ജീവിതം ശുഭപ്രതീക്ഷ നിറഞ്ഞതായിരുന്നു. പ്രായേണ മുൻഗാമികളിൽ നിന്ന് നമുക്കെല്ലാവർക്കും ജീവിതത്തെപ്പറ്റി ഒരു ശുഭപ്രതീക്ഷാബോധമാണല്ലോ ലഭിക്കുക. നിങ്ങളിത് ശ്രദ്ധയിലെടുത്തു നോക്കിയിട്ടുണ്ടോ എന്തോ? എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽക്കുള്ള ഓരോ അനുഭവവും ആ ബോധത്തെ സ്ഥിരപ്പെടുത്തുവാൻ ഉപകരിക്കുന്നവയായിരുന്നു. അങ്ങനെ നാൾ ചെല്ലുന്തോറും ശുഭപ്രതീക്ഷ എന്നിൽ പ്രബലപ്പെട്ടു വന്നു. എൻ്റെ 19-ാം വയസ്സിൽ ആദ്യമായി കൊച്ചു റോസിയുടെ അമ്മയെ കണ്ടപ്പോൾ, അതെ, ആ നിമിഷത്തിൽ എൻ്റെ ഹൃദയത്തിൽ ശുഭപ്രതീക്ഷ നിറഞ്ഞു. കുറേ പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എങ്കിലും 4 കൊല്ലത്തിനു ശേഷം നടന്നു ഞങ്ങളുടെ വിവാഹം. അന്ന് എൻ്റെ കൊച്ചു റോസിയുടെ അമ്മയ്ക്ക് 18 വയസ്സാണ്. ഇപ്പോൾ എൻ്റെ കൊച്ചു റോസി ഉണ്ടായിരുന്നെങ്കിൽ 18 വയസ്സായേനെ. ഞാൻ നല്ലവണ്ണം ഓർക്കുന്നു, ഞങ്ങളുടെ വിവാഹശേഷം 3-ാം വർഷത്തിലായിരുന്നു എൻ്റെ കൊച്ചു റോസിയുടെ ജനനം. നല്ല ചന്തമുള്ള ഒരു കുഞ്ഞ്. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി എൻ്റെ കൊച്ചു റോസി വളർന്നു. വാസ്തവം, കാണുന്നവർ ഒന്നുകൂടി നോക്കും,
അതെ, അതുപോലെ ജീവനുള്ള ഒരു കുട്ടിയെ കണ്ടാൽ ആരും പിന്നെയും നോക്കിപ്പോകും. ചെമ്പകപ്പൂ ഉണ്ടല്ലോ, അതിനേക്കാൾ ശകലം കൂടി രക്തിമ കലർന്ന ഒരു നിറം, ഇടതിങ്ങി വളരുന്ന കറുത്തിരുണ്ട തലമുടി, വീതി കുറഞ്ഞ പൊൻപലകയെന്നോണം തിളങ്ങുന്ന നെറ്റിത്തടം, തേജോമയങ്ങളായ കൊച്ചു കണ്ണുകൾ, ഇളം ചെമപ്പ് പനിനീർ പുഷ്പം പോലെയുള്ള കവിൾത്തടങ്ങൾ, ശകലം നീണ്ടുയർന്ന നാസിക, നേർത്തു നീണ്ട അങ്കുലികൾ. അങ്ങനെയായിരുന്നു എൻ്റെ കൊച്ചു റോസി. കൊച്ചു റോസിയെക്കുറിച്ചുള്ള വർണ്ണന നീണ്ടു നീണ്ടു വിവരണത്തിലേക്കെത്തിയപ്പോൾ തെല്ലൊരസുഖം തന്നെ തോന്നി അലക്സാണ്ടറിന്. എങ്കിലും അയാൾ ഇടയ്ക്കു കയറി ഒന്നും പറഞ്ഞില്ല. സഹിച്ചു. അയാൾ ഓർത്തു, ഒരു പിതാവ് തൻ്റെ മരിച്ചുപോയ ഓമന സന്താനത്തെപ്പറ്റി കുറേ അങ്ങനെ പറഞ്ഞെന്നു വരില്ലേ. വിചിത്രതരമായ ഒരു വാശി പിടിച്ചുകൊണ്ടെന്നോണം ഡോക്ടർ തോമസ് തുടരുകയാണ്. 9-ാം മാസത്തിൽ തന്നെ എൻ്റെ കൊച്ചു റോസി പൂ പോലെയുള്ള ആ കുഞ്ഞിക്കാലുകൾ കൊണ്ട് പിച്ചവെച്ചു നടക്കുവാൻ തുടങ്ങി. എത്ര വേഗമായിരുന്നു കുഞ്ഞിൻ്റെ വളർച്ച! ദൈവമേ, മറ്റൊരു കുട്ടിയും ആ പ്രായത്തിൽ അങ്ങനെ വളർന്നു കണ്ടിട്ടില്ല. ഓരോ പ്രായത്തിലുള്ള ചിത്രങ്ങളും ഞാൻ നല്ലവണ്ണം ഓർക്കുന്നുണ്ട്. എൻ്റെ കൊച്ചു റോസി ആദ്യമായി പറക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ വിതുർത്തിയ പിഞ്ചിളം കരങ്ങൾ വായുവിൽ തുഴഞ്ഞുകൊണ്ട് മെല്ലെ മെല്ലെ നടക്കുന്നത് കണ്ടപ്പോൾ സന്തോഷാധിക്യത്താൽ കൊച്ചു റോസിയുടെ അമ്മയുടെയും എൻ്റെയും കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ ഇളം വെയിൽ വീണൊഴുകുന്ന മുറ്റത്ത് ഒരു പെറ്റിക്കോട്ട് മാത്രം ധരിച്ച് എൻ്റെ കൊച്ചു റോസി, കഴുത്തിലെ സ്വർണമാല മിന്നിച്ച് കഴുത്തോളം നീണ്ടുകിടക്കുന്ന തലമുടി നെറ്റിയിലും മുഖത്തും വീണു നൃത്തം ചെയ്യുമാറ് തുള്ളിച്ചാടി തുള്ളിച്ചാടി കളിക്കുന്ന ചിത്രം. അങ്ങനെ ആ മുഖം അരുണാഭമായി തൊടുത്തും മൂക്കിനു താഴെയും താടിക്കുമീതെയും കഴുത്തിലും ഇരുചെന്നിയിലും ശ്വേതകണങ്ങൾ പൊടിഞ്ഞു കാണപ്പെടുന്ന ആ ഉജ്ജ്വല ചിത്രം. അതെല്ലാം ഓർക്കുമ്പോൾ ഹൃദയം വേദനിക്കുന്നു. നിറയെ കൂർത്ത മുനയുള്ള ആണികൾ തറഞ്ഞിരിക്കുന്നതുപോലെ. തെല്ലിട നിശബ്ദത പാലിച്ചതിനു ശേഷം ഡോക്ടർ തുടർന്നു. ഈ ലോകത്തിലെ വിശേഷങ്ങൾ ഓരോന്നും അറിയുവാൻ എന്തൊരു താൽപ്പര്യമായിരുന്നു എൻ്റെ കൊച്ചു റോസിക്ക്. ഒരിക്കൽ ക്ലാസ്സിൽ നിന്ന് വന്നപാടെ കൊച്ചു റോസി എന്നോട് ചോദിച്ചു, അപ്പാ, സൂര്യൻ്റെ ഭാര്യയാണോ ചന്ദ്രൻ? ഏതോ കുട്ടിയിൽ നിന്നു ലഭ്യമായ വിജ്ഞാനദാനം. മറ്റൊരു ദിവസം കൊച്ചു റോസി എൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, പിന്നില്ലേ അപ്പാ, പശുവിനെയും ആടിനെയും കോഴീനെയുമെല്ലാം കഴുത്തറുത്തു കൊല്ലുമ്പോൾ അതിന് വേദന ഉണ്ടാകില്ലേ? ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൊച്ചു റോസി അയ്യോ എന്നു നിലവിളിച്ചു പോയി. എന്നിട്ടു പറഞ്ഞു, കൊല്ലുന്നവര് നരകത്തിൽ പോട്ടെ, ഇല്ലേ അപ്പാ? ഇതര ജീവികളെ വേദനിപ്പിക്കുന്നത് പാപമാണെന്ന് നാം എല്ലാവരും കുഞ്ഞുനാൾ തൊട്ട് പഠിച്ചു വയ്ക്കാറുണ്ടല്ലോ. പാപം ചെയ്യുന്നവർ നരകത്തിൽ പോകുക തന്നെ ചെയ്യുമെന്നായിരുന്നു എൻ്റെ കൊച്ചു റോസിയുടെയും വിശ്വാസം. വേറൊരു ദിവസം കൊച്ചു റോസി എന്നോട് ചോദിച്ചു, അപ്പാ, വയസ്സി കന്യാസ്ത്രീ അമ്മ പെറണതാണല്ലേ കൊച്ചു കന്യാസ്ത്രീമാരെയും അച്ഛന്മാരെയും? തള്ളയാട് മുട്ടനെയും പെണ്ണിനെയും പ്രസവിക്കുന്ന ന്യായം നോക്കിയെടുത്ത ആ കണ്ടുപിടുത്തമോർത്ത് ഇന്നും ഞാൻ ചിരിച്ചു പോകാറുണ്ട്. അത്തരം എത്രയെത്ര രസികൻ ചോദ്യങ്ങൾ. നെടുവീർപ്പിനു ശേഷം അദ്ദേഹം തുടർന്നു, എന്നെ കാണുവാൻ വരുന്നവരിൽ ചിലർ അവരുടെ അധമബോധം മൂലം കസാലയിൽ പറക്കുവാൻ പോകുന്ന ഭാവത്തിലിരിക്കുന്നത് കാണുമ്പോൾ ഉറച്ചിരിക്കെ എന്ന് കൊച്ചു റോസി പറയാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു സ്വഭാവം. ഒരാളുടെ മുമ്പിലും നാണം കുണുങ്ങി മൂകയായി നിൽക്കുകയില്ല. നിങ്ങൾ പരിചിതനായാലും അല്ലെങ്കിലും നിങ്ങളുടെ ചോദ്യത്തിന് തൻ്റെടത്തോടെ ഉത്തരം പറയും. ആ തൻ്റെടം അതത്രയുമില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആർക്കും എൻ്റെ കൊച്ചു റോസിയെ അങ്ങനെ ചതിയിൽ അകപ്പെടുത്തി കൊല്ലുവാൻ പറ്റുകയില്ലായിരുന്നു. എൻ്റെ ദൈവമേ! ജനുവരി മാസാന്ത്യത്തിലെ ഒരു തിങ്കളാഴ്ചയായിരുന്നു ആ ദിവസമെന്ന് ഞാൻ നല്ലവണ്ണം ഓർക്കുന്നു. അന്ന് 8 വയസ്സ് മാത്രമുള്ള എൻ്റെ കൊച്ചു റോസി 3-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നുവെന്നോർക്കണം. ആ കോൺവെന്റ് കണ്ടിട്ടില്ലേ അവിടെ? ഉവ്, തവിട്ടുവർണ്ണ വസ്ത്രം ധരിക്കുന്ന കന്യാസ്ത്രീകളുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന കോൺവെന്റ് അലക്സാണ്ടർ കണ്ടിട്ടുണ്ട്. ഡോക്ടറുടെ ഭവനത്തിൽ നിന്നൊരു 8 മിനിറ്റ് നടന്നാൽ മതി അവിടെ എത്തുവാൻ. 4:30 മണിക്ക് ക്ലാസ് വിട്ടാലുടനെ കൊച്ചു റോസി ഇവിടെ എത്തും. ഡോക്ടർ തോമസ് തുടർന്നു. വിശേഷാൽ കോൺവെന്റിൽ വൈകുന്നേരം വല്ല ഫംഗ്ഷനും ഉണ്ടാവുകയാണെങ്കിൽ കൊച്ചു റോസി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുവാൻ വരുമ്പോൾ അത് പറഞ്ഞിട്ട് പോകും. അങ്ങനെയായിരുന്നു പതിവ്.
എന്നാൽ അന്ന് പതിവു സമയം കഴിഞ്ഞിട്ടും കൊച്ചു റോസിയെ കണ്ടില്ല. 5 മണിയായി, എന്നിട്ടും കൊച്ചു റോസി വന്നിട്ടില്ല. താമസിക്കുവാൻ കാരണമുണ്ടെന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. ഉടനെ വരുമെന്നു കരുതി കുറേ സമയം കൂടി കാത്തിരുന്നു. അങ്ങനെ മണി 5:30 കഴിഞ്ഞു. എന്നിട്ടും കൊച്ചു റോസിയെ കാണാതായപ്പോൾ മനസ്സിൽ പല ആശങ്കകളും പൊന്തി വരുവാൻ തുടങ്ങി. 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കിഴക്കേതിലെ കുട്ടികൾ പതിവ് സമയത്തു തന്നെ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അവരെ വിളിച്ചന്വേഷിച്ചപ്പോൾ കാര്യമറിഞ്ഞു. കൊച്ചു റോസി കോൺവെന്റിന്റെ വടക്കുവശത്തുള്ള കവലയ്ക്കൽ കാത്തുനിൽക്കുകയാണെന്ന്. ഒരാൾ കൊച്ചു റോസിയുടെ മാല മേടിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞതും ആ കുട്ടികൾ പറഞ്ഞു. ആരാണ് മാല മേടിച്ചു കൊണ്ടുപോയത്, എന്തിനു കൊടുത്തു, അതൊന്നും അവർക്കറിഞ്ഞുകൂടാ. എന്തെന്നില്ലാത്ത ആശങ്കകളോടെ ഞാൻ ആ കവലയിലേക്ക് പറന്നെത്തി. അപ്പോൾ എൻ്റെ കൊച്ചു റോസിയുണ്ട് റോഡിൻ്റെ ഒരരുകിൽ മാറി പടിഞ്ഞാറേ റോഡിലേക്ക് നോക്കിക്കൊണ്ടു നിൽക്കുന്നു. പുസ്തകസഞ്ചി മാറത്തു 2 കൈകൊണ്ടും ചേർത്തു പിടിച്ചുകൊണ്ട് അങ്ങനെ ഉത്കണ്ഠയോടെ നോക്കുകയാണ്. ലോകത്തിൻ്റെ അങ്ങേ അതിരുവരെ ആ കൊച്ചു കണ്ണുകൾ പറന്നു ചെന്നു തിരയുകയാണെന്ന് ആർക്കും തോന്നും എൻ്റെ കൊച്ചു റോസിയുടെ അപ്പോഴത്തെ നോട്ടം കണ്ടാൽ. ഭൂതകാലത്തിൻ്റെ ശ്മശാന മണ്ഡലത്തിൽ അടിഞ്ഞുകിടക്കുന്ന ആ രംഗത്തിലേക്ക് മനസ്സൊഴുകിപ്പോയതുകൊണ്ടാവാം അദ്ദേഹം തെല്ലിട നിശബ്ദനായി. ഊഷ്മളമായ ഒരു നെടുവീർപ്പിനു ശേഷം അദ്ദേഹം തുടർന്നു. ഞാൻ തൊട്ടടുത്തായതിനു ശേഷമേ കൊച്ചു റോസി എന്നെ കണ്ടുള്ളൂ. എന്നാൽ അപ്പോഴും എൻ്റെ കൊച്ചു റോസിയുടെ പൂ പോലെയുള്ള ആ മുഖത്ത് ഭയത്തിൻ്റെ ലാഞ്ചന ലവലേശമുണ്ടായിരുന്നില്ലെന്നോർക്കണം. തൻ്റെ പ്രിയപ്പെട്ട ലോക്കറ്റും മാലയും എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് എൻ്റെ പാവപ്പെട്ട റോസിയുണ്ടോ അറിയുന്നു. ഈ ലോകത്തിലെ കാപട്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ആ കൊച്ചു കുഞ്ഞ്. എൻ്റെ ദൈവമേ! അപ്പോഴും പടിഞ്ഞാറേ റോഡിലേക്ക് ഉത്കണ്ഠയോടെ നോക്കുകയാണ്. മാല ആരാണ് മേടിച്ചു കൊണ്ടുപോയതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൊച്ചു റോസി പറഞ്ഞു. അപ്പനോടുകൂടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വരണതാണെന്നും പറഞ്ഞ് ഒരാൾ. അപ്പനേക്കാളും കുറച്ചുകൂടി ഇളയതാണ്. കയ്യിൽ വാച്ചും മുറിമീശയുമുണ്ട്. അത്രമാത്രമായിരുന്നു എൻ്റെ കൊച്ചു റോസിക്ക് ആ മഹാവിദ്വാനെക്കുറിച്ചുള്ള അറിവ്. അയാളുടെ പേരോ അത് കൊച്ചു റോസിക്കറിഞ്ഞുകൂടാ. അതിനു മുമ്പ് അയാളെ കണ്ടിട്ടുണ്ടോ എന്നു ഞാൻ ചോദിച്ചു. കൊച്ചു റോസി ഓർക്കുന്നില്ല. ഇവിടെ ഞങ്ങളുടെ ബന്ധുക്കളും മരുന്നു മേടിക്കുന്നവരുമായി എത്രയോ പേർ അനുദിനം വന്നു പോകും. അവരെയെല്ലാം കേവലം 8 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചു കുഞ്ഞിന് പ്രത്യേകം ഓർത്തിരിക്കുവാൻ സാധിക്കുമോ? നടന്നതെല്ലാം എൻ്റെ കൊച്ചു റോസി വിവരിച്ചു. കൊച്ചു റോസി ഊണു കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോകുകയായിരുന്നു. കവലയിലെത്തിയപ്പോൾ അയാളെ കണ്ടു. അയാൾ കൊച്ചു റോസിയോട് ചോദിച്ചു, ഡോക്ടറുടെ മകളല്ലേ, എന്നെ അറിയില്ലേ? കൊച്ചു റോസി നിന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഡോക്ടറുടെ കൂടെ എപ്പോഴും അവിടെ വരാറുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് ഒരു കാര്യം പറയുവാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ വരികയായിരുന്നു. കുട്ടിയെ കണ്ടത് നന്നായി. ഇനി അങ്ങോട്ട് പോകണമെന്നില്ല. കുട്ടിയുടെ മാലയൊന്നു വേണം. എൻ്റെ കൊച്ചുകുട്ടി ലീലയെയും കൊണ്ട് പള്ളിയിൽ ഒരു നേർച്ച കഴിക്കാൻ വേണ്ടി പോകുവാണ്. ലീലയുടെ മാല പൊട്ടിപ്പോയത് നന്നാക്കാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. പള്ളിയിൽ പോയിട്ട് 1 മണിക്കൂറിനകം ഞങ്ങൾ തിരിച്ചു വരും. കുട്ടിയുടെ മാല തരൂ. കുട്ടി ക്ലാസ് വിട്ട് വരുന്ന സമയത്ത് മാലയുമായി ഞാൻ ഇവിടെ വന്നു നിന്നുകൊള്ളാം. അങ്ങനെ ആ വഞ്ചനയിൽ കുടുങ്ങിയ കൊച്ചു റോസി മാലയും കൊടുത്ത് ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ് വിട്ടു. കൊച്ചു റോസി അയാൾ പറഞ്ഞ സ്ഥലത്ത് വന്ന് നോക്കി നിൽക്കുകയാണ്. മാലയുമായി അവിടെ വന്നു നിന്നുകൊള്ളാമെന്നു പറഞ്ഞ ആ സത്യസന്ധൻ എവിടെ? മഷിയിട്ട് നോക്കിയാൽ കൂടി അയാളെ കാണുമോ? തൻ്റെ പ്രിയപ്പെട്ട ലോക്കറ്റും മാലയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമായതോടെ കൊച്ചു റോസിയുടെ ഭാവം പകർന്നു. മുഖം വിളർത്തു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അന്തിച്ചെമപ്പിൽ ആ കണ്ണുനീർ രക്തം പോലെ. അപ്പോൾ ഏങ്ങി കരയുവാൻ തുടങ്ങിയ കുഞ്ഞിനെ അവിടെ നിന്ന് ഒരു വിധത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നുവെന്നല്ലേ പറയേണ്ടു. സംഭവിച്ചിരിക്കുന്നതറിഞ്ഞപ്പോൾ അങ്ങനെ കൊച്ചു റോസിയുടെ അമ്മയും പരിഭ്രമിച്ചു വശായി. സങ്കടവും കോപവും വെറുപ്പുമൊക്കെ കൂടിക്കലർന്ന ഒരു പരിഭ്രമം. മൂപ്പത്തി ആ വിശ്വാസഘാതകനെ ശപിക്കുവാൻ തുടങ്ങി. പിന്നെ ഓരോ പള്ളികളെയും ഓർത്തോർത്തു നേർച്ചകൾ നേരുവാനും തുടങ്ങി. അതുകൊണ്ടൊന്നും സ്വൈര്യം കിട്ടാത്തതുകൊണ്ടാവാം മൂപ്പത്തി
മകളെ കുറെ അങ്ങ് ശകാരിച്ചു. എന്നിട്ടും സമാധാനം വന്നില്ല. മാല തട്ടിയെടുത്തു കൊണ്ടുപോയ കള്ളക്കഴുവേറിയെ അപ്പോൾ തന്നെ മൂപ്പത്തിക്ക് കണ്ടുപിടിക്കണം. എന്നാൽ കൊച്ചുറോസി പറഞ്ഞ അടയാളം ആധാരമാക്കിക്കൊണ്ട് ആരെയെങ്കിലും മോഹിക്കുവാൻ സാധിക്കുമോ? പോയതു പോയി, ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നു ഞാൻ പറഞ്ഞു. അതൊന്നും കൊച്ചുറോസിയുടെ അമ്മയ്ക്ക് സമാധാനം നൽകുവാൻ പര്യാപ്തമായില്ല. മൂപ്പത്തി പിന്നെയും വിശേഷപ്പെട്ട പള്ളികളെ ഓർത്തെടുത്ത് നേർച്ച നേരുകയും ഇടയ്ക്കിടയ്ക്ക് മകളെ ശകാരിക്കുകയും ചെയ്തു. എന്താണെന്ന് വച്ചാൽ ആ മാല പണിയിച്ചിട്ട് 1 മാസം മാത്രമായതേയുള്ളൂ. ക്രിസ്തുമസ് വെക്കേഷൻ കാലത്താണ് കൊച്ചുറോസിയുടെ ചെറിയ മാലയൊരുക്കി വലുതാക്കിയത്. അതണിഞ്ഞുകൊണ്ട് കൊതി തീർന്നിട്ടു കൂടിയില്ല. 2 പവൻ ചെയിനും 1/2 പവന്റെ ലോക്കറ്റും അതു നഷ്ടപ്പെട്ടു. കൊച്ചുറോസിയുടെ കാര്യമാണെങ്കിൽ ഏങ്ങിയേങ്ങിയുള്ള കരച്ചിൽ തന്നെ. അന്നു കാപ്പി തൊട്ടില്ല. നിർബന്ധിച്ചിട്ടൊരു ഫലവുമുണ്ടായില്ല. ഊണും വേണ്ട, നിർബന്ധിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു കണക്കിൽ 2 പിടി ചോറ് ഉള്ളിലാക്കി, അത്രമാത്രം. പിന്നെയും തുടങ്ങി കരച്ചിൽ. സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടൊരു ഫലവുമുണ്ടായില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ മാല പണിയിപ്പിക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ഷാപ്പിൽ നിന്ന് പുതിയ മാല മേടിക്കാമെന്ന് പറഞ്ഞു. എന്തുതന്നെ പറഞ്ഞിട്ടും കൊച്ചുറോസി കരച്ചിൽ നിർത്തിയില്ല. ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കിടക്കുമ്പോഴും കരയുന്നുണ്ടായിരുന്നു. നേരം വെളുത്തപ്പോൾ കുഞ്ഞിനു നല്ല പനി, എന്നുവച്ചാൽ 101 ഡിഗ്രി. അത് പിന്നെയും വർദ്ധിച്ചു. അങ്ങനെ ടൈഫോയിഡായി മാറി. തലമുടി കളയേണ്ടതായി വന്നു. അങ്ങനെ എൻ്റെ കൊച്ചു റോസി വെള്ളയ്ക്കയിൽ ഈർക്കില് കുത്തിയതുപോലെ തലയും എല്ലും തൊലിയുമായി കിടന്ന കിടപ്പ്. ബോധമില്ലാത്ത അവസ്ഥയിൽ കിടന്ന് പേയും പിച്ചും പറയുവാൻ തുടങ്ങി. മിക്കപ്പോഴും മാലയുടെ കാര്യം തന്നെയായിരുന്നു. എൻ്റെ മാല തരൂ, എൻ്റെ മാല തരാത്തത് എന്താണപ്പാ? എൻ്റെ ലോക്കറ്റ് എവിടെ അമ്മേ? ഉണ്ണീശോ, അതിനി കിട്ടിയില്ലേ? അങ്ങനെ ഓരോന്ന്. അങ്ങനെ 21-ാം ദിവസം രാത്രി 9 മണിക്ക് എൻ്റെ കൊച്ചു റോസിയുടെ കുഞ്ഞു പ്രാണൻ ആ എല്ലിൻകൂടിൽ നിന്ന് പറന്നുപോയി. ഇതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇപ്പോൾ കൊല്ലം 11 കഴിഞ്ഞു. നിശബ്ദത, ഘനീഭവിച്ച നിശബ്ദത. ഏതാനും നിമിഷങ്ങൾ കടന്നുപോയി. പ്ലാനിട്ടു നടത്തിയ ഒരു ഉഗ്രമോഷണം. ആ മോഷ്ടാവിൻ്റെ നീച മനസ്ഥിതിയുടെ നേരെ കഠിനമായ വെറുപ്പ് തോന്നി അലക്സാണ്ടറിന്. അലക്സാണ്ടർ അന്തർനേത്രങ്ങളിൽ കൊച്ചു റോസിയുടെ ഓരോ ചിത്രവും ദർശിച്ചു. അയാളുടെ ഹൃദയം വിങ്ങി. പിളരുന്നതുപോലെ ഒരു നേർത്ത വേദനയും. അങ്ങനെ ഒരു നെടുവീർപ്പ് വിട്ടതിനു ശേഷം അലക്സാണ്ടർ പറഞ്ഞു, ഭയങ്കരമായ ഒരു കഥ തന്നെ. 2 നിമിഷത്തെ നിശബ്ദതയ്ക്കു ശേഷം അയാൾ ചോദിച്ചു, മാല തട്ടിച്ചെടുത്തു കൊണ്ടുപോയ ആ റാസ്കലിനെ ഇതുവരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല, ഇല്ലേ? അപ്പോൾ ഡോക്ടർ തോമസ് ശബ്ദരഹിതമായൊന്നു ചിരിച്ചു. ഉഗ്രമായ പരിഹാസം ജ്വലിപ്പിക്കുന്ന ഒരു ചിരി. അവന് ഡോക്ടറെയും ഈ കുടുംബത്തെയും പറ്റി നല്ല അറിവുണ്ടെന്നുള്ള കാര്യം തീർച്ച. അലക്സാണ്ടർ വികാരഭരിതനായി പറഞ്ഞു, അല്ലെങ്കിൽ ഇത്തരമൊരു കൃത്യം ഇങ്ങനെ പ്രയാസരഹിതമായി നിർവഹിച്ചു ജയിച്ചു പോകുവാൻ സാധിക്കുമോ? ഈ ദിക്കിൽ തന്നെ ആവണം മിക്കവാറും അവൻ്റെ താമസവും. അവനതെങ്ങനെ ചെയ്തിരിക്കുന്നു, കള്ള റാസ്കൽ! അതു ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ അതിലെ ഓരോ ഘടകങ്ങളും അവൻ ബുദ്ധിയിൽ കണ്ടു. അങ്ങനെ പരിചിന്തിതമായി എടുത്ത ഒരു തീരുമാനം എത്ര ഭയങ്കരമാണെന്ന് ഓർത്തു നോക്കൂ. തിരഞ്ഞെടുത്തു വച്ചിരുന്ന വാക്കുകൾ മാത്രം അവൻ ഉപയോഗിച്ചു. യുദ്ധത്തിൽ അവൻ ജയിക്കുകയും ചെയ്തു. അതിനുശേഷം കുട്ടിക്ക് പനിയായപ്പോൾ അവൻ അറിഞ്ഞിരിക്കുമല്ലോ. എന്നിട്ടും അവൻ്റെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാകാതിരുന്നത്. അപ്പോൾ ഡോക്ടർ തോമസ് കടന്നു പറഞ്ഞു, കുട്ടിക്ക് പനിയായത് നമ്മുടെ ആ സ്നേഹിതൻ അറിഞ്ഞിട്ടുണ്ടോ എന്തോ? അങ്ങനെ ടൈഫോയിഡായതു കേട്ടിട്ടുണ്ടെങ്കിൽ ആ വിദ്വാന്റെ ഹൃദയത്തിൽ ചലനമുണ്ടായിട്ടുമുണ്ട്. സന്തോഷം നിറഞ്ഞുള്ള തുടിപ്പുകൾ, മരണവാർത്ത. അതു കേട്ട് പരമാശ്വാസമായിരിക്കും ആ ഭാഗ്യവാൻ അനുഭവിച്ചിരിക്കുക, സംശയമില്ല. തന്നെ കണ്ടുപിടിക്കുവാനുള്ള ആൾ പോയല്ലോ എന്നോർത്തുള്ള പരമാശ്വാസം. വികാരവിക്ഷോഭത്താലാവാം അദ്ദേഹം തെല്ലിട നിശബ്ദനായിരുന്നു. പരിമിതമായ നിമിഷങ്ങൾ അദ്ദേഹം തുടർന്നു. എൻ്റെ കൊച്ചു റോസിയുടെ മരണം അതെന്നെ ഒന്നു പഠിപ്പിച്ചു. നമ്മെ വലയം ചെയ്തു നിൽക്കുന്ന പരമാർത്ഥങ്ങളെ അവയുടെ തനി രൂപത്തിൽ നോക്കിക്കാണുവാൻ.
അങ്ങനെ ഇന്നു ഞാൻ എല്ലാം കാണുന്നു. നാം ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുകയാണെങ്കിൽ പലതും കാണുവാൻ കഴിയും. നാം നമ്മുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും ഉന്നമനത്തിനും സന്തോഷാനന്ദങ്ങൾക്കും വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്ന തിരക്കിൽ ആ പ്രവർത്തനങ്ങൾ മൂലം മറ്റുള്ളവർക്ക് എന്താണ് ഉണ്ടാക്കി വയ്ക്കുന്നതെന്ന് ആലോചിക്കാറുണ്ടോ? അങ്ങനെ ഇരുവശവും നോക്കി ചിന്തിച്ചതിനു ശേഷം ഒരു പ്രവൃത്തി ചെയ്യുന്ന വളരെ പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഓർത്തു നോക്കൂ. ഇന്നു നമ്മുടെ ജീവിത സിദ്ധാന്തം എന്താണ്? എങ്ങനെയും ജീവിക്കുക. ആരുടെ കഴുത്തറുത്തിട്ടെങ്കിലും ഞാനും എൻ്റെ കുടുംബവും സുഖമായി ജീവിക്കുക. ഞാനും എൻ്റെ കുടുംബവും ആവശ്യമാകുന്ന ഉഗ്രമായ രക്തദാഹത്തോടെ അവകാശം സ്ഥാപിച്ചെടുക്കലാകുന്ന നരിനഖത്തരിപ്പുമായി ഒരു മഹാശാപം കണക്കെ ഈ നല്ല ഭൂമിയിൽ നിൽക്കുന്നതു കണ്ടോ? ഈ ഞാൻ എന്ന ആശയമുണ്ടല്ലോ, അവൻ്റെ കഴുത്തറുക്കുക ആദ്യം. അല്ലെങ്കിൽ അവൻ സഹജീവികളുടെ ഓരോന്നിൻ്റെയും കഴുത്തറക്കും. ഇന്നലത്തേതുപോലെ ഇന്നും അവൻ സഹജീവികളുടെ കഴുത്തറുത്തുകൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം നടക്കുന്ന ആ കഴുത്തറക്കലുകൾ. 11 കൊല്ലം മുമ്പ് എൻ്റെ കൊച്ചു റോസിയുടെ കുഞ്ഞി കഴുത്തുമറുത്തു ഒരു ഞാൻ. ഇനി എൻ്റെ കൊച്ചു റോസിയുടെ മരണം കൊണ്ട് ആശ്വാസത്തോടെ ഞെളിഞ്ഞു നടക്കാമെന്നായ ആ പരമഭാഗ്യവാനായ സ്നേഹിതനെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. വിദ്വാന് കുറേ പണം അത്യാവശ്യമാണെന്നോർക്കണം. കിട്ടുവാൻ എളുപ്പമായ മാർഗമില്ല. അങ്ങനെ വന്നപ്പോൾ തൻ്റെ ആവശ്യം ലോകത്തിൽ വെച്ച് ഏറ്റവും വലുതായി കാണുന്നത് ശീലമാക്കി വച്ചിട്ടുള്ള ആ സ്നേഹിതൻ ബുദ്ധി ഉപയോഗിച്ചു. കൊച്ചുറോസിയുടെ മാല തട്ടിയെടുത്തു. ആവശ്യം നടന്നു. ദൈനംദിന ജീവിതത്തിൽ നമ്മിൽ അധികം പേരും അതുപോലെ അവരവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നമനവും സന്തോഷാനന്ദങ്ങളും ലോകത്തിൽ വച്ച് ഏറ്റവും വലുതായി കാണുവാനാണ് ശീലിച്ചു വച്ചിട്ടുള്ളതെന്ന് നോക്കിയാൽ കാണാം. കുറ്റിയടിച്ചതുപോലെ ഇതിവിടെ വ്യക്തികളിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. പരിഷ്കൃതങ്ങളെന്നും സംസ്കാര സമ്പന്നമെന്നും അഭിമാനം മുഴക്കുന്ന രാഷ്ട്രങ്ങൾ തന്നെ എന്താണ് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ തേനും പാലും ഒഴുകുവാൻ വേണ്ടിയാണോ ആ രാഷ്ട്രഭരണ കാര്യധുരന്ധരന്മാർ ഇവിടെ രക്തപ്പുഴ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ അതിർത്തിക്ക് വിസ്താരം വയ്പ്പിക്കണമെന്നും അതുവഴി ഭണ്ഡാരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണോ? ഇന്നു നമ്മുടെ ജീവിത സിദ്ധാന്തം എന്താണെന്ന് ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചത് അതുകൊണ്ടാണ്. എങ്ങനെയും ജീവിക്കുക. ആരുടെ കഴുത്തറുത്തിട്ടെങ്കിലും ഞാനും എൻ്റെ കുടുംബവും സുഖമായി ജീവിക്കും. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും എന്ന ആശയത്തിൻ്റെ കരാള രൂപം കണ്ടപ്പോൾ അലക്സാണ്ടറിൻ്റെ ഹൃദയത്തിൽ ഒരു ഞടുക്കമുണ്ടായി. തന്നിലും ആ കരാള രൂപം സ്ഥിതി ചെയ്യുന്നുണ്ട്. തൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും ലോകത്തിൽ വച്ചേറ്റവും വലുതായി കാണുവാൻ തന്നെയാണ് താനും ശീലിച്ചു വച്ചിട്ടുള്ളത്. മാല തട്ടിയെടുത്തിട്ടില്ലെങ്കിലും രക്തപ്പുഴ നിർമ്മിച്ചിട്ടില്ലെങ്കിലും തൻ്റെ ആവശ്യങ്ങളുടെ പൂരണത്തിനും അവകാശ സ്ഥാപനത്തിനും സന്തോഷാനന്ദങ്ങൾക്കും വേണ്ടി സഹജീവികളിൽ പലരെയും ചവിട്ടിച്ചതച്ചിട്ടില്ലേ? അങ്ങനെ ഹൃദയത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരാത്മനിന്ദ അലക്സാണ്ടറിന് തോന്നി. അങ്ങനെ അയാൾ മൂകനായിരുന്നു. ഡോക്ടർ തോമസ് ചോദിച്ചു, എന്താ നിങ്ങൾ തല താഴ്ത്തിയിരിക്കുന്നത്? മനുഷ്യന്റെ പുരോഗതിയെപ്പറ്റി പ്രസംഗിക്കുന്നില്ലേ? ഹൃദയത്തിൽ നിറഞ്ഞ ആത്മനിന്ദയുടെ ഭാരത്താൽ ശിരസ് സ്വയം താണുപോയിരുന്ന വിശേഷം അപ്പോൾ മാത്രമാണ് അലക്സാണ്ടർ അറിയുന്നത്. അയാൾ ആയാസപ്പെട്ടുകൊണ്ട് ശിരസ്സുയർത്തി. അങ്ങനെ അയാൾ പറയുവാൻ ആരംഭിച്ചു. മനുഷ്യന്റെ പുരോഗതിയെക്കുറിച്ചായിരുന്നില്ല ഇങ്ങനെ. മനുഷ്യൻ അത്രമാത്രം അലക്സാണ്ടറിന്റെ നാവ് ഉള്ളിലേക്ക് വലിഞ്ഞുപോയി. അങ്ങനെ അയാൾ അവിടെ നിന്നിറങ്ങി തൻ്റെ താമസസ്ഥലത്തേക്കു നടന്നു. അന്നേരം അയാളുടെ ശിരസ് സ്വയം താണുപോയിരുന്നു. രാത്രി. പതിവു സമയത്ത് അലക്സാണ്ടറിന് ഉറക്കം വന്നില്ല. ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർക്കുകയാണ്. അങ്ങനെ ഏറെ വൈകിയതിനു ശേഷം ഒന്ന് മയങ്ങി. ആ അർദ്ധസുഷുപ്തിയിൽ തൻ്റെ കയ്യിൽ കിട്ടിയ ലോക്കറും മാലയുമായി അയാൾ അന്ധകാരം നിറഞ്ഞ വഴിയിലൂടെ നടന്നു. അയാൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരസ്ഥികൂടമുണ്ട്. ഓടിയോടി വരുന്നു. അയാളെ പിടിക്കുവാൻ വരുന്നതുപോലെ അയാളും ഓടി. അതാ അപ്പോഴേക്കും മറ്റൊരസ്ഥികൂടം എതിരെ ഓടി വരുന്നു. മറ്റൊന്ന് ഇടത്തുനിന്നും മറ്റൊന്ന് വലത്തുനിന്നും. അയാൾ അവയുടെ നടുവിലായി.
ആ അസ്ഥിപഞ്ജരങ്ങളുടെ കണ്ണുകളുടെ സ്ഥാനത്തെ പൊത്തുകളിൽ നിന്ന് തീ പറക്കുന്നു. അവ പല്ലിളിച്ചു കാട്ടുന്നു. ആ എല്ലിൻ കൈകളും എഴുത്താണി വിരലുകളും അയാളുടെ നേർക്കു നീളുന്നു. അമ്മേ! പെട്ടെന്ന് അലക്സാണ്ടർ ഞെട്ടിയുണർന്നു. അയാൾക്കു സർവാംഗം രോമാഞ്ചമുണ്ടായി. അയാൾ പകച്ചു പകച്ച് ചുറ്റുപാടും നോക്കി. അസ്ഥിപഞ്ജരങ്ങളില്ല, അന്ധകാരം മാത്രം. താൻ തൻ്റെ മുറിയിൽ കിടക്കുകയാണെന്ന് അലക്സാണ്ടറിന് ബോധ്യം വന്നു. അതൊരു സ്വപ്നമായിരുന്നു. ഡോക്ടറുടെ മകളുടെ ദുഃഖപര്യവസായിയായ കഥ അന്നേരം അലക്സാണ്ടർ ഓർത്തു. തൻ്റെ പ്രിയപ്പെട്ട ലോക്കറ്റും മാലയും തട്ടിയെടുത്തു കൊണ്ടുപോയ ആളെ അന്വേഷിച്ചുകൊണ്ട് ആ കൊച്ചുറോസിയുടെ ആത്മാവ് അന്തരീക്ഷത്തിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ടോ? വിചിത്രമായ ഒരു ഭയം അലക്സാണ്ടറിനെ ബാധിച്ചു. അയാളുടെ ഹൃദയം ദ്രുതതരം തുടിച്ചു. അയാൾ എണീറ്റു വിളക്കു കൊളുത്തി. അങ്ങനെ ആ വെളിച്ചത്തിലിരുന്ന് അയാൾ ഓരോന്നു ചിന്തിച്ചു. അയാളുടെ ചിന്ത മനുഷ്യനിലെത്തി. അപ്പോൾ അയാൾ മനോനേത്രങ്ങളിൽ കണ്ടു. കുരങ്ങിനോട് സാമ്യമുള്ള ഉത്കണ്ഠയും ക്രൗര്യവും കളിയാടുന്ന മുഖത്തോടെ ആയുധധാരിയായി നടന്നിരുന്ന ആദി മനുഷ്യനെയും, മൃദുലങ്ങളായ സിൽക്കു വസ്ത്രങ്ങളും പാദരക്ഷയുമണിഞ്ഞ് സുഗന്ധ തൈലങ്ങളും പൂശി കോതിമിനുക്കിയ ശിരസ്സുയർത്തി സിഗരറ്റ് പുകച്ച് ഇടയ്ക്കിടയ്ക്ക് ആത്മാനന്ദത്തോടെ പുഞ്ചിരി തൂകിക്കൊണ്ടു നടക്കുന്ന യാന്ത്രിക യുഗത്തിലെ മനുഷ്യനെയും, അങ്ങനെ ആ യാന്ത്രിക പ്രവാഹത്തിനിടയ്ക്ക് അനിവാര്യമായ ഉഗ്രപ്രഹരമേറ്റ് ഹൃദയത്തിനുള്ളിലേക്ക് നോക്കി അവിടെ ഉറച്ചുകൂടിയിരിക്കുന്ന ക്രൂരഭാവങ്ങൾ കണ്ടു ഞടുങ്ങി ആത്മനിന്ദയോടെ ശിരസ്സും താഴ്ത്തിയിരിക്കുന്ന ആധുനിക മനുഷ്യയുഗത്തിലെ മനുഷ്യനെയും. മനുഷ്യന്റെ പുരോഗതി, അതിനെക്കുറിച്ചൊന്നും പ്രസംഗിക്കേണ്ട, അതുമാത്രം എനിക്കു കേൾക്കേണ്ട എന്നു പറയുന്ന ഡോക്ടർ തോമസിന്റെ ഹൃദയവേദനയുടെ ആഴം അലക്സാണ്ടർ കണ്ടു. അതെ, അപ്പോൾ അലക്സാണ്ടറും അനുഭവിക്കുന്നുണ്ടായിരുന്നു ആ ഹൃദയവേദന. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.